back to my channel Hiba Jaffer Stories. So basically നമ്മൾ ഇന്നലെ ഔട്ടിംഗ് പോയൊരു വീഡിയോ ആണ് ഇത്. ബിഫോർ ദാറ്റ് ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. സോ ഞാൻ 7 ദിവസം കഴിഞ്ഞിട്ടാണ് ന്യൂ ഇയർ വിഷ് ചെയ്യുന്നത്. ബട്ട് ഐ എം സോറി, ഇപ്പോഴാണ് ഞാനൊരു വ്ളോഗ് ഇടുന്നത്. വാട്ട് എവർ, ഐ എം ലിവിങ് ഇൻ ഖത്തർ നൗ. സോ നമ്മൾ എങ്ങനെയാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ട് ഇവിടെ എല്ലാം കറങ്ങുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മുടെ വീഡിയോസിൽ ഇനി ഉൾപ്പെടുത്താൻ പോകുന്നത്. ഞാൻ എഡിറ്റിംഗ് പഠിച്ചു വരുന്നതേ ഉള്ളൂ. സോ മാക്സിമം ഞാൻ നന്നായി തന്നെ നിങ്ങൾക്ക് വീഡിയോസ് എടുത്ത് അത് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മെയിൻലി ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, പോസ്റ്റ് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നത്, വോയിസ് ഓവർ കൊടുക്കുന്നത്, എല്ലാം ചെയ്യുന്നത്. സോ അതിൻ്റേതായ ചില കുഴപ്പങ്ങളുണ്ടാവും. സോ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ കുറച്ച് ലാഗ് ഫ്രണ്ടിലുണ്ടെങ്കിലും ആഫ്റ്റർ എൻ്ററിങ് ദ മോൾ ഇതൊരു അടിപൊളി വ്യൂ ആയിരിക്കും. സോ നിങ്ങൾ ഇത്രയും നേരം വീഡിയോയിൽ കണ്ട പോലെയാണ് നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് എൻ്ററായത്. ദെൻ നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ മെട്രോയിൽ കയറി സീറ്റഡായി. കാരണം ഇതാണ് ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ മിഷ്രിബ് എന്ന് പറയുന്ന പ്ലേസിലാണ് നമ്മളുള്ളത്. ഫസ്റ്റ് സ്റ്റോപ്പ് ഇപ്പോൾ അൽബിദയിലാണ്. ദെൻ നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റോപ്പായ അൽ റിഫ മോൾ ഓഫ് ഖത്തറിലേക്കാണ് പോകുന്നത്. സോ മോള് നല്ല ഉറക്കമാണ്. നമ്മൾ ഇറങ്ങി ഈ മെട്രോയിലേക്ക് നമുക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ. ആ ഒരു നടന്നെത്തുന്ന വഴിയിൽ തന്നെ അവൾ ഉറങ്ങിയിരുന്നു. സോ നമ്മൾ അവൾക്ക് വേണ്ട സേഫ്റ്റിയൊക്കെ ഒരുക്കി കൊടുത്തു. ദെൻ നമ്മൾ സ്റ്റോപ്പിലേക്ക് എത്തി. അവിടെ അത്രയും ദൂരം കാണിക്കണമല്ലോ, 10-20 മിനിറ്റ് ഉള്ളതാണ്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ്. ബട്ട് ഒരു പൊസിഷൻ എത്തിക്കഴിഞ്ഞാൽ, മെയിൻലി ലാസ്റ്റ് സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് വരും. സോ അങ്ങനെ ഒരു വ്യൂ ആണിത്. ഇത് കാണിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് നമ്മളിത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. സോ ഇതാണ് നമ്മുടെ മോളുടെ പുറത്തുനിന്നുള്ള വ്യൂ. ഇതിനേക്കാൾ നല്ല വ്യൂ ഉണ്ട്, പക്ഷെ നമ്മൾ മെട്രോന്ന് ഇറങ്ങി കഴിഞ്ഞ് കിട്ടുന്ന വ്യൂ ആണത്. ഇതെന്ന് പറയുന്നത് മെട്രോയിൽ നിന്ന് നമ്മൾ മോളിലേക്ക് ഡയറക്റ്റ് എൻട്രി ഉണ്ട്. സോ ആ ഒരു വേ ആണ്. ഇവിടെ നമ്മൾ മോളുടെ അവിടേക്ക് എത്തി, മോളുടെ ഏറ്റവും എൻട്രൻസിലേക്ക് എത്തിയാൽ തന്നെ പല ഭാഷകളിലായിട്ട് വെൽക്കം എന്ന് എഴുതി വെച്ചതാണ് കാണുന്നത്. സോ ഇതിൽ നിങ്ങൾ സ്വാഗതം എന്ന് കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എവിടെയാണ് അത് കണ്ടതെന്ന്. സോ ഒരുപാട് ലാംഗ്വേജസിലുണ്ട്, ഒക്കെ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മംഗ്ലീഷ് എന്നൊക്കെ പറയുന്ന പോലെ ഇംഗ്ലീഷിലാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് എല്ലാം. നമുക്ക് ഈ സ്ട്രോളർ ഉള്ളത് കാരണം എപ്പോഴും ഡയറക്റ്റ് സ്റ്റെപ്സ് എടുക്കാൻ പറ്റില്ല, ഇതുപോലെ വളഞ്ഞു ചുറ്റിയിട്ടൊക്കെ വേണം പോവാൻ. സോ നമ്മൾ മോൾ ഓഫ് ഖത്തറിൻ്റെ എൻട്രൻസ് ഫ്രം മെട്രോ എത്തിക്കഴിഞ്ഞു. സോ ഇതാണ് ആദ്യത്തെ വ്യൂ എന്ന് പറയുന്നത്. നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ ഓരോ ഇതുപോലത്തെ ഓരോ സർക്കിൾസ് വരില്ലേ, ആ ഒരു നാലും കൂടിയ മുക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ എല്ലാ ഭാഗത്തും ഇതുപോലെ ലൈറ്റ്സ് ഉണ്ടാവും, നല്ല ബ്യൂട്ടിഫുൾ ലൈറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇത് എൻട്രൻസിലത്തെ ലൈറ്റിംഗ് ആണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദെൻ ഓരോ ഷോപ്സ്, ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് പെർഫ്യൂം ഇങ്ങനെ സ്മെൽ ചെയ്യാൻ തരും. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് സോറി എന്നൊക്കെ പറഞ്ഞു നമ്മൾ വീഡിയോ എടുക്കാമെന്ന് കണ്ടിട്ട്. വാട്ട് എവർ, നമ്മൾ അത് വാങ്ങിച്ചു. നല്ല സ്മെല്ലായിരുന്നു. ഞാൻ ഇക്കാക്കും സ്മെൽ ചെയ്യാൻ കൊടുത്ത്. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട്, അതാണത്. ഇതുപോലെ ഒരുപാട് വാട്ടർ ഫൗണ്ടൻസും പ്ലേ ഏരിയയും ഒക്കെ നമ്മുടെ ഈ മോൾ ഓഫ് ഖത്തറിലുണ്ട്. ഈ കാണുന്നത് ഒരു റെസ്റ്റോറൻ്റ് ആണ്. ആദ്യത്തെ പ്രാവശ്യം വരുന്ന ടൈമിൽ ഇത് എന്താണ് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്കും ഉണ്ടായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് ഉള്ളിൽ റെസ്റ്റോറൻ്റ് ആണ്. നമുക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ല ആംബിയൻസിന് വേണ്ടിയിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഹോട്ടലാണ്. ദെൻ ഇവിടെ ഫസ്റ്റ് ടൈം വന്നപ്പോഴും എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയത് ഈ ഒരു ഏരിയ ആണ്. ഗ്രൗണ്ട് ഫ്ലോർ. നമ്മളിപ്പോൾ -1 അതായത് L1 നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. അവിടെ ഭയങ്കര പച്ചപ്പും ഹരിതാഭയൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടെ ഫുൾ ഇതുപോലെയുള്ള പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനത് ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ താഴേക്ക് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ലിഫ്റ്റിൽ ആൾക്കാർ പോയി. ഞാൻ പറഞ്ഞല്ലോ, സ്ട്രോളർ കാരണം നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ദെൻ ലിഫ്റ്റിലേക്ക് കയറുകയാണ്. ഇതാണ് ലിഫ്റ്റിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഫുൾ പച്ചപ്പും ഈ ലിഫ്റ്റിലിരുന്ന് തന്നെ കാണാം. പക്ഷെ ഞങ്ങൾ അതിൽ കൂടെയാണ് പോകുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെട്ട് താഴേക്ക് പോകുന്നത്.
പിന്നെ ഈ ഒരു ഏരിയ ഞാൻ വീഡിയോ എടുക്കാൻ കാരണം നമ്മളുടെ നാട്ടിലെ മിനിസോ പോലത്തെ ഒരു ഐറ്റമാണ്. ഞാൻ മുമ്പ് ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് കാണാം. പിന്നെ ഇത് നമ്മളുടെ R&B സെൻറ്റർ പോയിൻ്റ് പോലെയുള്ള ഷോപ്പ് ചെയ്യാനുള്ള ഏരിയാസ് ഇല്ലേ, അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ കുട്ടികളെ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേ ഏരിയാസ് ഉണ്ട്. അതായിരുന്നു അത്. അപ്പം നമ്മൾ താഴേക്ക് വന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശം എന്ന് പറയുന്നത് ഷോപ്പിംഗ് തന്നെയാണ്. സോ സ്പ്ലാഷ്, സെൻറ്റർ പോയിൻറ്റ്, മാക്സ്, R&B, ദെൻ വൺ മോർ ഷോപ്പ് ഉണ്ട് അവിടെ. സോ ഇത്രയാണ് നമ്മളുടെ എന്താ പറയുക ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇത്രയും ഭാഗത്ത് പോയിട്ട് നോക്കണം എന്ന് പറഞ്ഞിട്ടാണ്, ഡ്രസ്സ് നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കയറിയത്. സോ ഞാൻ അവിടെ കുറച്ച് ബ്യൂട്ടിഫുൾ പാറ്റേൺസിലെ ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്താണ്. പ്ലസ് ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ഇതിൻ്റെ കുറച്ച് ഷോർട്ട് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ പല കളേഴ്സും ഉണ്ട്. അപ്പോൾ ആ കളേഴ്സിൽ വരുന്ന കാര്യങ്ങളുടെയും റേറ്റും കാര്യങ്ങളൊക്കെ പോലെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ പോലെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ഒരു ഷോർട്ട് വ്ളോഗായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഒരു 4 മിനിറ്റിൻ്റെ വ്ളോഗ് പോലെ. ഈ ഡ്രസ്സും മറ്റ് ആക്സസറീസും കുറേ ഞാൻ ഷോർട്ട് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ഷോർട്ട് വീഡിയോസായിട്ടും ഒരു ഷോർട്ട് വ്ളോഗായിട്ടും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ നല്ല റേറ്റാണ് സംഭവം. നമ്മൾ വാങ്ങണമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും നാട്ടിലൊക്കെ കിട്ടുന്നതിനേക്കാളും ഭയങ്കര റേറ്റാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ടോപ്സൊക്കെ നോക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ളതിൽ വീഡിയോസൊക്കെ എടുത്ത് നടക്കുകയാണ്. ഒരു സൈഡിൽ ഇക്കാക്ക് വേണ്ട ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോള് സ്റ്റിൽ ഉറങ്ങുകയാണ്. അപ്പം ഞാനിവിടെ ഇങ്ങനെ ഓരോ ഏരിയാസിലും, ഡ്രസ്സുകളുടെ ഓരോ ഏരിയാസിലും ആ ഡ്രസ്സസിന് പറ്റിയിട്ടുള്ള ആക്സസറീസ് അവരിങ്ങനെ ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ആ ഷോർട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. നമ്മൾ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റാൾ എണീച്ച് വന്ന്, ആരാണ് നമ്മുടെ മോള്, അവൾ എണീച്ച് കരയാൻ തുടങ്ങി. സോ ഞാൻ ഒന്ന് പോസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കൽ. പിന്നെ അവളെയും കൊണ്ടാണ് ആ ഷോർട്ട് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റേതായ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാലും ഡു ചെക്ക് ഔട്ട്. ഞാൻ ഇതിന് ശേഷം ഒരിക്കൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ അത് മിസ്സാവാതിരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ആൾ കുറച്ച് നേരമൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി ഒന്ന് സെറ്റായി ഇറങ്ങി. ഒരേ കളിയായിരുന്നു, ഫുൾ കളിയായിരുന്നു ആൾ. പിക്ക് ഭയങ്കര ഷോപ്പിങ്ങിലാണ്, നിങ്ങൾ കാണുന്നുണ്ടാവും. അതിന് ശേഷം നമ്മൾ മാക്സിൽ പോയി. അവിടുന്ന് ഡ്രസ്സ് കിട്ടിയില്ല. ദെൻ സെൻറ്റർ പോയിൻറ്റിൽ നമ്മൾ ഓൾറെഡി സ്പ്ലാഷിൽ കയറിയപ്പോൾ സെൻറ്റർ പോയിൻറ്റിൽ കയറി, R&Bയിൽ കയറിയിട്ട് പിന്നെ ഒരു ഡ്രസ്സ് എടുത്തു. അങ്ങനെ 2 ഡ്രസ്സ് ഇക്കാക്കി എടുത്തു. എനിക്ക് ഏതും ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞങ്ങളിവിടെ സൂക്ക് വാക്കിഫ് ഉണ്ട്, അവിടെ നല്ല ഡ്രസ്സുകൾ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് എടുക്കാൻ വെച്ചു. പിന്നെ ഇത് കണ്ടോ, ലിഫ്റ്റിൽ നിന്ന് ഞാൻ ഇറങ്ങൂല പറഞ്ഞിട്ട് അവൾ തിരിച്ച് കയറുകയാണ്. പിടിച്ച് വലിച്ച് കൊണ്ടുപോയപ്പോൾ ഒരേ കരച്ചിലായിരുന്നു. ഞാൻ അവളെ ഇറങ്ങിയിട്ട് വീഡിയോ എടുത്ത് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അവളുടെ വിചാരം ഞാൻ ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് ഒരേ കരച്ചിലായിരുന്നു. പിന്നെ ഇക്ക എടുത്തിട്ട് പോയി, ഞാൻ സ്ട്രോളർ കൊണ്ട് നടക്കാൻ തുടങ്ങി. പിന്നെ ഇക്ക അവളെ കളിപ്പിച്ച് അങ്ങനെ സെറ്റായി. നിങ്ങളിവിടെ ഒരു എയ്റോപ്ലെയിൻ്റെ ഫ്രണ്ട് ഭാഗം കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഏറ്റവും ലാസ്റ്റാണ് ഇത് കണ്ടത്. ഞങ്ങളിപ്രാവശ്യം എനിക്ക് ഓർമ്മയില്ല, ഇങ്ങനെ വന്നപ്പോൾ കണ്ടപ്പോൾ എടുത്ത് വീഡിയോ എടുത്തു. പിന്നെ കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടി നമ്മളിവിടെ കാറും ബൈക്കൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ നാട്ടിലെ ഓരോ മോളുകൾ, അതുപോലെ ഇവിടെ ആനിമൽസിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഫുഡിൻ്റെ സെഷനിലേക്ക് പോയി, ഫുഡ് കോർട്ടിലേക്ക് പോയി. സ്ഥിരം KFC നമുക്ക് അഫോർഡബിളും അതായിരിക്കും, കഴിക്കാൻ എളുപ്പവും അതായിരിക്കും. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മോളിനെ വെച്ച് നമുക്ക് കഴിക്കാൻ ഏറ്റവും എളുപ്പം ഈ ഒരു സംഭവമാണ്. പിന്നെ അവൾ കുറേ ബോൾ വെച്ച് കളിയും കാര്യങ്ങളും ചിരിയും ഒക്കെ ആയി. അങ്ങനെ നമ്മൾ ഒരു നല്ല ടൈമായിരുന്നു അവിടെ. പെട്ടെന്ന് സൈഡിൽ നിന്നൊരു സൗണ്ട് വന്നു. അതാണ് ഞാൻ ആ വീഡിയോ സൈഡിലേക്ക് തിരിച്ചത്. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ എന്താണെന്ന് മനസ്സിലായി, അത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ കാണാൻ മറക്കണ്ട, സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് വീഡിയോ കാണാം പ്ലീസ്. ഇനിയൊരു 2 മിനിറ്റും കൂടെ അല്ലേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഇത് കണ്ടില്ലേ, വിളവായിരുന്നു. അത് നിലത്തിട്ടു, അവൾ പിടിച്ച് വലിച്ചു, അത് നിലത്ത് വീണു, കരഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെ ആളെന്നെ അത് തിരിച്ച് വെക്കാനൊക്കെ നോക്കി, പക്ഷെ നടന്നില്ല പറഞ്ഞപ്പോൾ പിന്നെയും ചെണിഞ്ഞ് വന്നു. പിന്നെ ഞാനതെടുത്ത് കറക്റ്റായിട്ട് വെച്ചു. ഇക്ക വാഷ്റൂം പോയിക്കായിരുന്നു, ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കൈ വാഷ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ വാഷ്റൂമിൻ്റെ അടുത്തുള്ള സീറ്റിംഗ് ഏരിയയിൽ പോയിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു, കുറച്ച് നേരം ഇരുന്നു, കളിച്ചു. അവൾ കളിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നു. സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവം.
ആദ്യം ഞാൻ വിചാരിച്ചു വെറും സൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ നടക്കുമ്പോഴാണ് ഈ ഒരു സംഭവം അവിടെ കണ്ടത്. സോ ഈ ഒരു സ്റ്റേജ് കണ്ടോ, ഈ സ്റ്റേജിലാണ് ഇവർ ഏതെങ്കിലും കാറുകളൊക്കെ എന്തെങ്കിലും സെയിലിനോ അല്ലെങ്കിൽ പ്രൊമോഷനോ വേണ്ടി കൊണ്ടുവന്ന് വയ്ക്കുന്നത് കണ്ടിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നത് നമ്മൾ കാണുന്നത്. ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലാതെയായിരുന്നു ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഓൾമോസ്റ്റ് 8:30 ഒക്കെ കഴിഞ്ഞിരുന്നു. ഒരു 9 ആവാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വാപ്പയും മോളും അതിൽ കളിയും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ നമ്മൾ താഴത്ത് ഇറങ്ങി. അവിടെ ഹോട്ട് ആൻഡ് കോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു മെട്രോൻ്റെ ഉള്ളിൽ തന്നെ. അവിടെ നിന്നൊരു കോഫിയൊക്കെ വാങ്ങി ഇറങ്ങി. ഇത് ഇവിടുത്തെ ഒരു BMW ഷോപ്പിംഗ് ആണ്. സോറി, ബെൻസിൻ്റെ ഒരു ഷോറൂമാണ്. ഞാൻ വന്നപ്പോൾ ഭയങ്കര പണി നടക്കുമായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് പണികളൊക്കെ കഴിഞ്ഞാനായി. നല്ല ലൈറ്റിംഗ് ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ എടുക്കും. അപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് മെട്രോന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ. തിരിച്ച് ഞങ്ങളങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ മറ്റൊരു സ്ഥിരം സ്പോട്ടായ മിസ്റ്റർ ഷവർമയിൽ നിന്ന് നമ്മൾ ഷവർമ കൂടെ വാങ്ങാൻ വെച്ചു. കാരണം നമ്മൾ ലൈറ്റായിട്ടാണ് KFCന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഷവർമ ഞങ്ങളുടെ ഒരു വികാരമായതുകൊണ്ട് നമ്മളത് കണ്ടപ്പോൾ അന്ന് നിർത്തി വാങ്ങി. അങ്ങനെ രാത്രി കിടന്നുറങ്ങി.